സഹാബിയുടെ മരണവും അഭിപ്രായം എതിർ ലക്ഷ്യമല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചേക്കും, പിന്നെ എങ്ങനെയാണ് തവണെന്ന് എഴുതിയത് ലക്ഷ്യമാക്കൽ? മറ്റൊരു വിദ്യാർത്ഥി ചോദിച്ചേക്കും, മക്കം മദീനയിലെ മുസ്ലിംകൾ മാത്രം ഇജ്മാഅല്ലെന്ന് ഉസ്താദ് ഓടിക്കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് യോജിച്ചുവെങ്കിൽ അത് ലക്ഷ്യമാക്കൽ എങ്ങനെ? ഇവിടെ ഒരു സഹാബി പറഞ്ഞാൽ അത് എതിർ തെളിവല്ല എന്ന് പറയുന്നു. ഇത് വയക്കാട്ടുകാരൻ എവിടെയോ എഴുതിയ പുസ്തകമല്ല. ഈ ബഹവും E.K. അസ്സം മുസ്ലിയാർ സാഹിബുകൾ എഴുതിയതാണ്. ഞങ്ങൾ മാത്രമല്ല, സഹാബികളുടെ ഹിജ്ജത്തല്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. മർഹൂം E.K. അസ്സം മുസ്ലിയാർ മരണശയ്യയിൽ കിടക്കുമ്പോൾ അസ്ലിം തസ്ലിം നീ മുസ്ലിമാകണം, അസ്സം മുസ്ലിയാരെ നീ കാഫിറാണെന്ന് കത്തെഴുതിയ ഇവര് ഇപ്പൊ അസ്സം മുസ്ലിയാരെ ഹുക്കുമായിട്ടാ വന്നതല്ലേ? എന്റെ ചോദ്യം 15 ചോദ്യം അവശേഷിക്കുന്നു. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് അവസാനത്തെ ചോദ്യം ഞാൻ പറഞ്ഞ 15 ചോദ്യത്തിനും മറുപടി തന്നിട്ടില്ല. 15 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഷിർക്കിന്റെ നിർവചനമുണ്ട്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ റഊഫുർ റഹീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ദുആ എല്ലാം ഇബാദത്താണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എല്ലാ ഇബാദത്തും മാത്രമാണ് ശിർക്ക്, എല്ലാ ദുആവും ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്റെ 15 ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. നിങ്ങൾ മറുപടി പറയാതെ വിടുകയില്ല. അതുകൊണ്ട് വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, E.K. അസ്സം മുസ്ലിയാരുടെ പുസ്തകത്തിലില്ല. E.K. അസ്സം മുസ്ലിയാരുടെ പുസ്തകത്തിൽ സഹാബത്ത് പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സഹാബി അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് പറഞ്ഞ വിഷയം മറ്റൊരു മുജ്തഹിദ് സ്വീകരിക്കേണ്ടതില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അസ്സം മുസ്ലിയാരുടെ പുസ്തകത്തിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അസ്സം മുസ്ലിയാരെ കാഫിറാക്കി കത്തെഴുതിയ നിങ്ങൾ അസ്സം മുസ്ലിയാരെ കൊണ്ടുവരണം. അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇസ്തിഹാസ ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാധിക്കുകയില്ല.